നമ്മൾ ഇന്നലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞത് എവിടെയായിരുന്നു? നവമ ഭക്തികൾ ഏതെല്ലാം, അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻസ് എടുക്കൂ. ഹരേ കൃഷ്ണ. നമ്മുടെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവമ ഭക്തികൾ എന്ന് പറഞ്ഞ 9 തരത്തിലുള്ള ഭക്തികളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നവമ ഭക്തികൾ ഏതെല്ലാം? ശ്രദ്ധ, സാധുസംഗ, ശ്രവണം, കീർത്തനം, ദാസ്യം. 1 2 3 4 5 6 ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, അർച്ചന, വന്ദനം. അതിന് വേറുള്ളവരോട് പറയുന്നു. ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി വേറുള്ളവരോട് പറയുള്ളൂ. അവിടെ എഴുതിയ ആൻസറുകൾ പറഞ്ഞോളൂ. ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, പാദസേവനം, സഖ്യം, ആത്മനിവേദനം. നെക്സ്റ്റ് ഇനി വരട്ടെ, ഓരോരുത്തരുടെ ആൻസർ വരട്ടെ. പാദസേവനം, ശ്രവണം, കീർത്തനം, മാതാജി, ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ആത്മനിവേദനം. എത്രയായി അന്നേരം? പെട്ടെന്ന് ആത്മനിവേദനത്തിൽ പോയല്ലോ. ഇനി നെക്സ്റ്റ് ഓരോരുത്തരുടെ ആൻസർ വരട്ടെ. വരുന്നവരെ പറഞ്ഞവരെല്ലാം പറയൂ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഒരു സിന്ധു ഉണ്ടല്ലോ, സിന്ധു ആൻസർ പറഞ്ഞേ. കേറിയിട്ടുണ്ടോ ഇന്ന്? സിന്ധു ആൻസർ പറയൂ. കേറിയിട്ടുണ്ടോ സിന്ധു ഇന്ന്? ബിന്ദുപ്രഭ, സിന്ധു ഉണ്ടോ ഇന്ന്? മാതാജി ഉണ്ട്. ഉണ്ടോ? എല്ലാരും കറക്റ്റ് ആയിട്ടൊന്നും പറയണമെന്നൊന്നുമില്ല, പറഞ്ഞോളൂ. ഓരോരുത്തരും അതേപോലെയാണെന്നുണ്ടെങ്കിൽ എല്ലാരും അങ്ങ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചോദ്യോത്തരത്തിന്റെ കാര്യമില്ലല്ലോ. പറഞ്ഞോളൂ. മാതാജി, ഞാൻ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയില്ലായിരുന്നു. എന്തേ എഴുതാഞ്ഞത്? ഞാൻ നിങ്ങളോടൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാം എഴുതുന്നുണ്ടായിരുന്നു, ഇന്നലത്തെ മാത്രം എഴുതാതിരുന്നേ. അതല്ലേ കേറിയില്ലായിരുന്നു ഇന്നലെ ക്ലാസ്? എനിക്ക് കേറിയിരുന്നു, എനിക്ക് പറ്റാത്ത സമയമായിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുതിയെടുത്തില്ല. ഞാൻ ആ സമയത്ത് ഇത് എഴുതാറില്ല. എന്താ ഹരിനാമ കീർത്തനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാമോ? ഋതുവായ പെണ്ണിനും ഇരപ്പനും. മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ എത്ര അങ്ങോട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറില്ല എന്നുള്ളതാ. എന്താ അതങ്ങനെ? എന്നാ പിന്നെ ഇത്ര പഠിക്കുന്നത് എന്തിനാ? ഞാൻ ആ സമയത്ത് നാരായണി ഒന്നും എടുക്കത്തില്ല, കേൾക്കാറേ ഉള്ളൂ. അതുകൊണ്ടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്ക്. മരിക്കുന്ന വീട്ടില് ശവത്തിന്റെ മുമ്പ് ഇരുന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാഗവതം വായിക്കുന്നുണ്ട് അല്ലേ? അന്നേരം ഭാഗവതം പിന്നെ അതെല്ലാം എടുത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഭാഗവതം വായിക്കുമ്പോഴേ നാട്ടുകാരെ അതും ഇതും പറയാൻ തുടങ്ങും. പക്ഷെ ആ സമയത്ത് ഭാഗവതം നമുക്ക് വായിക്കുന്നുണ്ട്. എന്തേ നിങ്ങളോടൊക്കെ പറഞ്ഞു? നമ്മൾ എന്തിനാ ശാസ്ത്രം പഠിക്കുന്നത്? ഈ തരത്തിലുള്ള ഐറ്റം എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം പഠിക്കുന്നത്. എത്രയോ തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അത് ഞങ്ങളെന്നുണ്ടെങ്കിൽ ഇസ്കോൺകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്ന ആൾക്കാർ ഏതാ? നമ്മളിപ്പം തന്നെ നോക്ക്, കൊച്ചിന് ഇപ്പൊ ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറ്റില്ല അതുള്ളത്. പക്ഷെ ഇസ്കോണിൽ എന്ന് പറഞ്ഞ് കുഞ്ഞങ്ങോട്ട് ആദ്യം കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോഴത്തേക്ക് കൊച്ചിനെ കൊണ്ടുവന്ന് ഭഗവാനിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഭഗവാനെ ഇത് അങ്ങയുടെ കുഞ്ഞാണ്, അങ്ങ് വേണം ഇതിനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ആ അനുഗ്രഹമാ വാങ്ങിക്കുന്നേ. അങ്ങയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ കൊച്ചിനെ ഞാൻ പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാതിരിക്കൂല്ലല്ലോ. ഭഗവാന്റെ കൊച്ചാന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുചെന്ന് സമർപ്പിക്കുക ചെയ്യുന്നത്. അതേപോലെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബാംഗങ്ങൾ പണ്ടായിരുന്നു അടമ്പലെടുത്തുന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അറിയാമോ? അവരുടെ കൊച്ചുങ്ങളെ എല്ലാം ഭഗവാന് കൊണ്ടുചെന്ന് സമർപ്പിക്കുകയെന്ന്. അന്നേരം ഭഗവാന് സമർപ്പിക്കുന്ന സമയം പിന്നെ ഭഗവാൻ നോക്കാതിരിക്കുവോ?
എന്ന് പറയുന്നത് പോലെ നോക്ക ഹരിനാമകീർത്തനത്തിലും പൂന്താനത്തിന്റെ അതെനിക്ക് ധ്യാനത്തിൽ അറിയത്തില്ല. പോലെ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഋതുവായ പെണ്ണിന് ഈ ഹരിനാമകീർത്തനം പറയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഇരപ്പന് ആർക്ക് വേണമെങ്കിലും ഇത് പറയാമെന്നുള്ളതാ. എന്നിട്ടും പിന്നെ നിങ്ങൾ ഈ ഐറ്റം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇനി എഴുതിയെടുക്കൂ കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇത്തരം കാര്യങ്ങൾ കിടന്ന് വായലച്ചിട്ട് ഒരു കാര്യമില്ല. എന്തിനാ ഞാൻ വായലക്കുന്നത്? നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഈ അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്ന് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാ. എഴുതിയെടുക്കൂ കേട്ടോ. ഇനി ഒരു ഡോക്ടർ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹം, ഡോക്ടർ കൃഷ്ണകുമാർ ഇന്നലെ കേറിയിട്ടുണ്ടായിരുന്നു മാതാജി. അറിഞ്ഞൂടാ ആരാണെന്ന്, ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പ്രഭുവിനെ അറിയാവോന്ന് ചോദിക്കാൻ, പ്രഭുവിനെ അറിയാവോന്ന് ചോദിക്കാൻ. ഇല്ല ഇന്നില്ല മാതാജി, ഇന്ന് കേറിയിട്ട്. ഞാൻ അന്നേരം നവമഭക്തികൾ ഏതെല്ലാം എന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് 2-3 പേര് കറക്റ്റിന് പറഞ്ഞു കേട്ടോ. കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചും പറഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശ്രവണം കേൾക്കണം. നവമഭക്തിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നാമം ജപിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹരേനാമ നമ്മളാണെന്നുണ്ട് ജപം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അവിടെ ഇവിടെ എല്ലാം പോകും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ ശ്രവണം നമ്മുടെ മനസ്സ് പൊക്കോട്ടെ. പക്ഷെ ആ ശ്രവണം കറക്റ്റിനുള്ളതെങ്കിൽ ഉണ്ടല്ലോ പതുക്കെ നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തരക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നാമം ഇവിടെ വെക്കുന്നുണ്ടോ അതിനെ നമ്മൾ വളരെ ശക്തിയോടുകൂടി നമ്മൾ കേൾക്കണം. നമ്മുടെ കാതിന്റെ ആ ഒരു ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ എന്റെ ചെവികൾക്ക് എന്താ വേണ്ടുന്നത്? അങ്ങയുടെ തിരുനാമം കേൾക്കാനുള്ള ആ ഭാഗ്യം തരണേ എന്നുള്ള അതാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതാണ്. ആദ്യത്തേത് എന്താണ്? ശ്രവണം. എന്നിട്ട് അടുത്തത് കീർത്തനം. നമ്മൾ ഭഗവാനെ കീർത്തിക്കണം. ഭഗവാൻ ഭയങ്കര ഇഷ്ടമാകട്ടോ നമ്മൾ കീർത്തനങ്ങൾ ചെല്ലുന്നതാണ്. ഭഗവാനെ സ്തുതിക്കുകയല്ലേ ചെയ്യുന്നേ. ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താ ബ്രഹ്മാവ് പൃഥ്വിദേവിയും കൊണ്ട് ഭൂമിദേവിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ബ്രഹ്മാവിന്റെ അടുത്ത് എന്നിട്ട് സങ്കടം പറഞ്ഞു, എനിക്ക് അസുരന്മാരെ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പറ്റുന്നില്ല. പക്ഷെ ശിഷ്ടന്മാരെ എത്ര പേരെ വേണമെങ്കിലും ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ഉൾക്കൊണ്ടുകൊള്ളാം. പക്ഷെ ഈ അസുരന്മാരെ വഹിക്കാൻ എനിക്ക് പറ്റില്ല, അവരുടെ ഭാരം കൊണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവും എല്ലാവരും കൂടി പിന്നെ ശിവനും എല്ലാവരും കൂടെ പോയിട്ട് എവിടെയാ വിഷ്ണു ലോകത്ത് എന്നിട്ട് ആദ്യം ഭഗവാനെ എന്താ ചെയ്യുന്നത്? കീർത്തിക്കുക ചെയ്യുന്നത്. മനസ്സിലായ? പറഞ്ഞ സ്തുതിക്കുക ചെയ്യുന്നത്. ആ സ്തുതി കേട്ടോണ്ടാണ് ഭഗവാന് ലക്ഷ്മി ദേവിയോടൊപ്പം വെളിയിൽ വരുന്നതെന്നുള്ളതാ. കീർത്തനം ചെയ്യണം. എന്നിട്ട് കീർത്തനം ചെയ്തിട്ട് എന്താ? സ്മരണം. നമ്മള് ആദ്യം ശ്രവണം, പിന്നെ കീർത്തനം, പിന്നെ സ്മരണം. നമ്മൾ കീർത്തിക്കുന്നത് ഭഗവാന്റെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ളതാണ്. ഭഗവാന്റെ ഓരോ ഗോപാല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗോപാലൻ അവിടെ എത്തിയിരിക്കണം, ഗോവിന്ദ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഗോവിന്ദൻ അവിടെ എത്തിയിരിക്കണം. അങ്ങനെയുള്ള ആ ഒരു എപ്പോഴും സ്മരണം, നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്മരണം വേണം. അതാ ഓരോ ആചാര്യന്മാര് പറഞ്ഞ ശ്യാമാ ബസ് ഇത്തനാഹിത്തും കർണ എന്താ മേരെ ദംഘി നികൾ ജാവോ ഓ ടൈം എന്ത് വേണം? ആപ്ക ആ സുന്ദര രൂപം കണ്ടുകൊണ്ട് എനിക്ക് എന്റെ പ്രാണനെ എടുക്കണം. ശ്യാമയോട് പറയുക, രാധാറാണിയോട് പറയുക, ശ്യാമ ബസ് ഇത്തനാകി തമണ്ണാകെ തും സ്വാമിനീകോ മേരെ ദമുഹി നികൾ ജായേ. എനിക്ക് അമ്മയോട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ശ്യാമേ എന്താ പറയാനുള്ളത്? എന്റെ ദമ്മ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവസാന ശ്വാസം എടുക്കുന്ന സമയം അമ്മേന്റെ മുന്നിൽ കാണണം. അമ്മയെ കണ്ടുകൊണ്ട് വേണം എന്റെ അവസാന ശ്വാസം എടുക്കാൻ കൊണ്ട്. അന്നേരം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നേരെ ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ പറ്റും. മനസ്സിലായി പറഞ്ഞത്? അന്നേരം എപ്പോഴും ആ സ്മരണം നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ കനിഞ്ഞരുളും എന്നുള്ളതാണ്. എന്നിട്ട് പാദസേവനം. നമ്മൾ വലിയ ആൾക്കാരാണ്, അവരാണ്, നമ്മളെല്ലാം എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറാണ്, അല്ലെങ്കിൽ പ്രൊഫസറാണ്. അങ്ങനെയുള്ള ആ ഒരു ഭാവത്തിലല്ല. നമ്മളെന്ന് പറഞ്ഞാൽ ദാസാനു എന്ന് പറഞ്ഞാൽ ഭഗവൻ ദാസന്മാരുടെ ദാസരായിട്ട് ഈ ദാസന്മാരുടെ എല്ലാം സേവ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാല് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ. അത് മംഗളാരതി ചെയ്യുമ്പോഴായിക്കല്ലേ ഏത് ആരതി ചെയ്ത് കഴിഞ്ഞാലും ആദ്യം പ്രഭുപാദരെയാണ് നമ്മൾ പൂജിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രഭുപാദരെ പൂജിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? രാധാറാണിയെ പൂജിക്കണം.
ഇവരുടെ രണ്ടിന്റെയും പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഈ മംഗളാരതിക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അല്ലെ ആ ഒരു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവരെല്ലാവരും. വേണം നമ്മൾക്ക് പോകാനെ കൊണ്ട്. നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാൻ ഓരോരുത്തരെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, ആദ്യം നമുക്ക് ശിക്ഷാ ഗുരു, നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ആ ഗുരു. ആ ഗുരുവിൽ കൂടി നമുക്ക് ആരെ കിട്ടും? ദീക്ഷാഗുരുവിനെ കിട്ടും. ആ ദീക്ഷാഗുരുവിൽ കൂടിയാണ് പിന്നെ നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് എല്ലാം കിട്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു മാർഗം നമ്മൾ കണ്ടെടുക്കുന്നതെന്നുള്ളതാണ്. മനസ്സിലായോ പറഞ്ഞത്? അതിന് ഭഗവാന്റെ പാദസേവനം ചെയ്യണം. പിന്നെ അർച്ചന പറയുന്നുണ്ട്. ഭഗവാൻ തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടതാ. നമ്മളിപ്പോ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങളും കിട്ടും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ നിന്നിട്ടാണെങ്കിൽ ശുദ്ധമായിട്ട് കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട് ചെന്നിട്ട് ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി അമ്പലത്തിൽ വെച്ച് പോലും ഭഗവാൻ അതാണ് ഏറ്റവും സ്വീകാര്യം. നിങ്ങളിപ്പോലെ 100 രൂപയുടെ 10,000 രൂപയുടെ മാല വാങ്ങിച്ചിടുന്നതിലേക്കായാലും ഭഗവാൻ എന്താണ് സ്വീകാര്യമായിട്ടുള്ളത്? അതാണ് സ്വീകാര്യമായിട്ടുള്ളത് എന്നുള്ളത് അർച്ചനം. അതില് ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തുളസിയുണ്ട്. എന്താ ഭഗവാന് തുളസി റാണിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുഗ്രഹം കൊടുത്തിരിക്കുന്നതാ. നിന്റെ ഇല വെച്ചിട്ട് നിന്റെ പത്ത വെച്ചിട്ട് ആരെന്നെ പൂജിക്കുന്നുണ്ടോ അവർക്കാണെന്നുണ്ടെങ്കിൽ യമലോകം കാണേണ്ട ആവശ്യമേ വരില്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ തുളസിയെ വെട്ടിപ്പിഴുത് കളയാതെ തുളസി മഹാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി ദേവി എന്നുള്ള ആ ഒരു ഭാവത്തിൽ തുളസി പിന്നെ പൂജ ചെയ്യുക, തുളസിക്ക് ഒരു വിളക്ക് വെക്കുക. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാ. പണ്ടത്തെ വീട്ടിലെല്ലാം ആണെങ്കിൽ ഒരു തുളസി തറ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് അവരെല്ലാവരും രാവിലെ കെണ്ടിയിൽ കൊണ്ടു ചെന്നിട്ട് വെള്ളം ഒഴിക്കും. ചിലരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കൊണ്ടുവന്ന് ദീപം വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ദീപം വെക്കുവാന്നുള്ളത്. ഇപ്പം പാശം കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ 10 സെന്റിൽ ഒരു വീട്, അത് ആ 10 സെന്റിൽ 7 സെന്റും 8 സെന്റും അങ്ങ് വീടായിട്ട് പോകും. പിന്നെ കാറ് തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ കുറച്ച് മിറ്റ്, പിന്നെ ആ കാറ് തിരിക്കാൻ വേണ്ടിയിട്ട് തുളസിത്തറ ഇവിടെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ തുളസിയെ ആർക്കറിയാം തുളസി എന്തുവാണെന്ന് പോലും അറിയില്ല. അങ്ങനെയൊന്നും ആയിക്കഴിഞ്ഞാൽ പറ്റില്ല. നമ്മുടെ ശാസ്ത്രമനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മുടെ ഗുരുക്കന്മാർ എന്ത് പറയുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൂല്യച്യുതി വന്നുകൊണ്ടേയിരിക്കുവാണെന്നുള്ളത്. അങ്ങനെ ആ മൂല്യച്യുതി വരാൻ ഭഗവാനാണെങ്കിൽ അനുവദിക്കില്ല. എന്തുകൊണ്ടാ? ഈ സനാതന ധർമ്മത്തിന്റെ സ്ഥാപകൻ തന്നെ ആരാണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ടടുത്ത് ഭഗവാനെ വേണ്ടുന്നത് പോലെ ചെയ്യും. അത് വേറൊരു കാര്യം. അങ്ങനെ നമുക്ക് ഈ അർച്ചനം പറഞ്ഞ സമയത്ത് പൂക്കൾ കൊണ്ട് നമ്മൾ സ്വയം, ഇപ്പം തമിഴ്നാട്ടിൽ നമ്മൾ പൂവും കൊണ്ടുവരുന്നു. ആ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യുന്നത് ആരാന്നറിയില്ല, അത് പറിക്കുന്ന ആരാന്നറിയില്ല, ശുദ്ധവൃത്തിയോടുകൂടിയാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ചില അമ്പലങ്ങളിലുണ്ട് ഇങ്ങനെയുള്ള മാലകളിടാൻ സമ്മതിക്കില്ല. അറ്റ്ലീസ്റ്റ് അകത്തെങ്കിലും ശ്രീകോവിലിനകത്തെങ്കിലും അങ്ങനെയുള്ള മാലകൾ ഇടാൻ സമ്മതിക്കില്ല എന്നുള്ളത്. നമ്മൾ പൂ കൊണ്ടുപോയിട്ട് നമ്മൾ സ്വയം മാല കെട്ടിയിട്ട് ഭഗവാൻ വെച്ച് പോകും. നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലെ? അങ്ങനെ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുളസി അർച്ചന എല്ലാ ദിവസവും ചെയ്യുന്നത്. 11 ഇല കൊണ്ടുവന്നിട്ട് അയക്ക് 11 ഇലയോ 21 ഇലയോ അങ്ങനെ ഓരോരോ ഇല ഇങ്ങനെ ഹൃദയത്തിൽ ചൊല്ലിയിട്ട് ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ, അല്ലെങ്കിൽ ഓ നമോ ഭഗവതേ വാസുദേവായ നമ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ട് അങ്ങനെ ഭഗവാൻ. എല്ലാ വീടുകളിലും ഫോട്ടോ കാണുമല്ലോ. ഇപ്പൊ നമുക്ക് ബിംബം വേണമെന്നൊന്നുമില്ല, ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ആരാധിക്കാമെന്നുള്ളതാണ്. അന്നേരം മിക്കവാറും എല്ലാ വീട്ടിലും ഫോട്ടോ ഇല്ല. അതൊന്നും ആരും അങ്ങനെയുള്ളവരാരും ഈ സത്സംഗത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫോട്ടോ ഒന്നും വെച്ച് ആരാധിക്കാത്ത ആൾക്കാരൊന്നും. അന്നേരം ആ ഫോട്ടോ വെച്ചിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ നമുക്ക് ഈ തുളസി അർച്ചന ചെയ്യാവുന്നതാണ്. അങ്ങനെ അർച്ചനയായാലും പൂക്കളായാലും എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൂ പറിച്ചുകൊണ്ട് എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ വെക്കുക. അത് എന്തൊരു സന്തോഷമാണെന്നറിയാം. എന്നിട്ട് വന്ദനം, ആ അർച്ചനം കഴിഞ്ഞിട്ട് വന്ദനം വന്ദിക്കുക ഭഗവാനെ. പിന്നെ ഞാൻ വലിയ ആളാണ്, ഞാൻ ഭഗവാനെ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്ക് അതുകൊണ്ട് ഇന്നത് തന്നേക്കണം. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അതല്ലേ പറയുന്നത്, ഞാൻ ഇന്ന വഴിപാട് കഴിച്ചോളാം. എന്നിട്ട് അതിന് പകരം നമ്മൾ എന്താ ചോദിക്കുന്നത്? എന്താ കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ കാര്യം സാധിച്ചെടുക്കുന്നത് പോലെ ഭഗവാൻ ഇന്നത് ഞാൻ തന്നേക്കാം, എന്നിട്ട് ഇന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമെന്ന് പറയുന്നത് പോലെയായിപ്പോവും. ആ ഭാവത്തിലാവരുത്, ദാസ്യഭാവമാണ്. ഈ 14 ലോകത്തിന്റെയും കോടിക്കണക്കിന് ബ്രഹ്മാണ്ടത്തിന്റെയും ഭഗവാനാണ് അധിപന്. ആ ഭഗവാനുണ്ടല്ലോ, നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യം? ഇതെല്ലാം ഭഗവാന്റെ. നമ്മൾ യഥാർത്ഥത്തിൽ ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരാ. എന്താ ഭഗവാന്റെ തന്നെ എടുത്തിട്ട് ഭഗവാൻ തന്നെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത്. എന്നാ അത് ഭഗവാന്റെ എടുത്തിട്ട് നീ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അതുമില്ല. എന്റെയാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഞാൻ
ഈ ഐ എന്നുള്ള ഞാൻ എന്നുള്ള ആ ഒരു ഭാവം, ആ ഭാവം എന്തിനാ ആ ഭാവം? നീ ആരാണ്? നീ ഒന്നുമല്ല. പാർട്ട് ആൻഡ് യു ആർ ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഗോഡ് ഒൺലി. നീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. ആ അംശത്തിന്റെ അത് ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും മൊട്ട സീറോയാ. ആ 0 എത്ര സീറോ ഇട്ട് കഴിഞ്ഞാൽ ആ സീറോയ്ക്ക് ഒരു വാല്യൂ ഉണ്ടോ ഇല്ല, പൂജ്യത്തിന് ഒരു വാല്യൂ ഉണ്ടോ ഇല്ല. പക്ഷെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂജ്യത്തിന് എത്ര വാല്യൂ വരുന്നത് എന്ന് പറയുന്നത് പോലെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ മുൻനിർത്തിയിട്ട് ഭഗവാനാണ് ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെ അധിപന്. ഭഗവാനില്ലാതെ നമുക്കാണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അന്നേരം ഭഗവാനാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്. ആ ഒന്നില്ലാതെ നീ എന്ത് വലിയത്, ഞാൻ വലിയ ഭാവം കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടല്ലോ, അതിനെന്താ ചെയ്യേണ്ടത്? ദാസ്യഭാവം. തൃണങ്ങളുടെ കൂട്ടായിരിക്കണം, നമുക്ക് പുല്ലിന്റെ കൂട്ടായിരിക്കണം. ചൈതന്യ മഹാപ്രഭു ചൈതന്യ ശിഷ്ടാഷ്ടകത്തിൽ പറഞ്ഞിട്ടുണ്ട്, തൃണാദപി സുനിജേന തരോരപി സഹിഷ്ണുന അമാനീന മാനതേന കീർത്തനീയ സദാഹരി എന്നാ പറയുന്നത്. അങ്ങനെ എന്താ ചെയ്യേണ്ടത്? തൃണത്തെ പോലെ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴ്മയുള്ളവരായിരിക്കണം. ആ ദാസ്യഭാവം നമുക്ക് വേണം. നോക്കൂ, നമ്മൾ കണ്ടത് ആ പൂന്താനത്തിന്റെ ആ ദാസ്യഭാവം, അല്ലെങ്കിൽ മഞ്ചുളയുടെ ആ ദാസ്യഭാവം. പക്ഷെ പട്ടതിരിപ്പാടിന് ജ്ഞാനെന്നൊരു ഭാവം ഉണ്ടായിരുന്നപ്പം ഭഗവാൻ എന്റെ ആ ഭാവത്തിനെ തുടച്ചു കളഞ്ഞിട്ട് സാക്ഷാൽ ഭക്തനാക്കി എടുത്തു എന്നുള്ളത്. നമുക്കായി കഴിഞ്ഞാലും അങ്ങനെ ഒരു ഭാവം ഉണ്ട് എങ്കിൽ ഭഗവാനെ ഇഷ്ടപ്പെട്ട ഒരു ഭക്തനാണ് നമ്മളെങ്കിലും എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെ തറ പറ്റിച്ചിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതെ പിശക്കാരെ പോലെ ആക്കിയിട്ടുണ്ടല്ലോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാവം, ഞാൻ എന്താണ്, ഞാൻ ഒന്നുമല്ല, ഞാനാണെന്ന് എനിക്കൊന്നുമില്ല എന്നുള്ള ആ ഒരു ഇത് വരുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ കൈപിടിച്ച് നടത്താൻ തുടങ്ങും എന്നുള്ളത്. അന്നേരം എന്താ നമുക്ക് വേണ്ടത്? ഭാവം വേണം. അതേപോലെ സഖ്യം. അർജുനൻ ആരായിരുന്നു? ഭഗവാന്റെ സഖയാണെന്നുള്ള രീതിയിലാണ്. ആ ഭഗവാനാണെന്ന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പിട്ട് തന്നെ മുന്നിൽ വരെ വിചാരിച്ചിരുന്ന അർജുനൻ എന്താ വിചാരിച്ചിരുന്നത്? എന്റെ സഖയാണ് ഇവന്, എന്നിട്ട് എന്റെ അമ്മാവന്റെ മകനാണ്. ആ സഖ്യഭാവം. ഭഗവാനും അതാണ്. ഗോപന്മാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഭഗവാനാണെന്നുള്ള അതുവരെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നീ വലിയ ആളൊന്നുമല്ല, നീ ഭഗവാനും ഒന്നുമല്ല, നീ ഞങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു ഗോപൻ തന്നെയാണെന്നുള്ളതാ പറഞ്ഞതെന്നുള്ളതാണ്. അന്നേരം ആ ഭഗവാനും അത് തന്നെ ഇഷ്ടം, സഖ്യഭാവം. ആ സഖ്യഭാവത്തില് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മനിവേദനം. ഈ 8 സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഭഗവാനിലേക്ക് ആത്മനിവേദനം ചെയ്തു കഴിഞ്ഞു. ഈ 8 സ്റ്റെപ്പ് ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രവണം, കീർത്തനം, പിന്നെ എഴുതിയില്ലെന്ന് പറയരുത്, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. എല്ലാവരും എഴുതിയല്ലോ. നമ്മളെല്ലാവരും ഭഗവാന്റെ തൃപാദത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു, ആത്മനിവേദനം ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മഹാബലിയുടെ ഗുരു ആരായിരുന്നു? മഹാബലി ആരായിരുന്നു? അസുരനായിരുന്നു അല്ലെ? മഹാബലിയുടെ ഗുരു അന്നേരം ആരായിരിക്കും? അസുരനായിരിക്കും. ആരാണ്? ശുക്രാചാര്യ. എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ, എഴുതാത്തവരും എഴുതിക്കോളൂ. ഞാനിനി നാളെ തൊട്ട് പേര് പറഞ്ഞു ഓരോ ആളെ കൊണ്ട് ആൻസർ പറയിപ്പിക്കും. കേട്ടല്ലേ പറഞ്ഞ് എന്ന് പറഞ്ഞ് ആരും ക്ലാസ്സിൽ കയറാതിരിക്കണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. എന്നിട്ട് മഹാബലിയുടെ ഭാര്യ ആരായിരുന്നു? വിന്ധ്യാവലി. മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യനാ. പക്ഷെ ഞാനിത് ഒരുപാട് തവണ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും കൺഫ്യൂഷൻ കാണത്തില്ല. എന്നാലും ഒന്നുകൂടെ, ഭഗവാൻ വിഷ്ണു മഹാബലിയെ ഏത് ലോകത്തിലേക്കാണ് അയച്ചത്? ഭഗവാൻ വിഷ്ണു മഹാബലിയെ ഏത് ലോകത്തിലേക്കാണ് അയച്ചത്? പാതാളത്തിലേക്കല്ല അയച്ചത്. നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അതാ പറയുന്നത് ശാസ്ത്രം ശരിക്ക് പഠിക്കണമെന്ന് പറയുന്നത്. എല്ലാവരും പാതാളത്തിലേക്ക് മഹാബലി ചവിട്ടി താഴ്ത്തി വിഷ്ണു എന്നിട്ടാണെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലും വിഷ്ണു എന്നിട്ട് മഹാബലിയെ പൊക്കിക്കൊണ്ടുവരും, എന്നിട്ട് പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഈ മഹാബലിയാണെന്നുണ്ടെങ്കിൽ കേരളം ഭരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞേ? എന്നിട്ട് പണ്ടാരോ ഇങ്ങനെ വാമൊഴി പറഞ്ഞ് അത് മുന്നോട്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോയി എന്നുള്ളതാണ്. മഹാബലിയുടെ ഗുരു ശുക്രാചാര്യനാണ്. മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലിയാണ്. ഭഗവാൻ വിഷ്ണു മഹാബലിയെ ഏത് ലോകത്തിലേക്കാണ് അയച്ചത്? സുതലം.
സുതലം എന്ന് പറഞ്ഞ ഇന്ദ്രലോകത്തിലേക്കായാലും മേന്മയുള്ള ഒരു ലോകമാണ് ഭഗവാന് മഹാബലിക്ക് വേണ്ടിയിട്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു മഹാബലി. പക്ഷെ മഹാബലിക്ക് ജ്ഞാനമെന്നൊരു ഭാവം ഉണ്ടായി. എന്നിട്ട് മഹാബലി പറഞ്ഞു, ത്രൈലോകത്തിന്റെയും അധിപനാണ് ഞാന്. നിനക്ക് വാമനോട് എന്താ പറഞ്ഞത്? നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ എന്നാ പറഞ്ഞത്, അല്ലെ? അരെ നീ ത്രൈലോക്യത്തിന്റെ നാഥനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെറും 3 അടി മണ്ണ് മതി, തന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അവിടെ പുച്ഛത്തിലാണ് പറഞ്ഞത്. അവസാനമാണ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ ശുക്രാചാര്യര് തന്നെ പറഞ്ഞു, നിന്നെ കളിപ്പിച്ചിട്ട് നിന്റെ എല്ലാ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞു. മഹാബലി പറഞ്ഞു, സാക്ഷാൽ ഭഗവാനും. ഭഗവാന്റെ അടുത്ത് എല്ലാവരും ഇറക്കാൻ ചെല്ലുന്നു, പക്ഷെ ഭഗവാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു, ഇതിൽ പല എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ടാണ് മഹാബലി സ്വയം തന്നെ തന്നെ സമർപ്പിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ഭഗവാനെ എല്ലാ എടുത്തതുണ്ടെങ്കിലും അതിന്റെ എത്രയോ 10 മടങ്ങായിട്ടുള്ള ഒരു ലോകമാണ് സുതലം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മന്നന്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇന്ദ്ര പദവിയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ധ്രുവന് വേണ്ടി ഭഗവാന് ഏത് ലോകമാണ് സൃഷ്ടിച്ചത്? ധ്രുവന് വേണ്ടിയിട്ട് ഭഗവാൻ ഏത് ലോകമാണ് സൃഷ്ടിച്ചത്? ധ്രുവന് വേണ്ടിയിട്ടും ഒരു ലോകം സൃഷ്ടിച്ചെന്നുള്ളതാ. ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ എങ്ങനെയൊക്കെ കാക്കുന്നു നോക്കൂലും. ധ്രുവലോകം. ഇനി അടുത്തത് 6ാമത്തത്, ഭഗവാൻ വാമനൻ മഹാബലിയോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഭഗവാന് മഹാബലിയോട് എന്താണ് ആവശ്യപ്പെട്ടത്? 3 അടി ഭൂമി. മാതാജി 5ാമത്തെ ഭുവർ ലോകമാണ്. മാതാജി 3 അടി മണ്ണ്. 5ാമത്തെ ധ്രുവന് വേണ്ടിട്ട് ഏത് ലോകം? ഇതൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തന്ന കഥകളല്ലേ. ധ്രുവലോകം, ധ്രുവ നക്ഷത്രം നമ്മൾ അമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് പറയത്തില്ലേ, ഇത് ധ്രുവന്റെ തന്നെ ധ്രുവ നക്ഷത്രമാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ധ്രുവലോകം. ധ്രുവന് വേണ്ടി ഭഗവാൻ ഏത് ലോകമാണ് സൃഷ്ടിച്ചത്? ധ്രുവലോകം. ഇതാ നമ്മൾ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, തൊട്ട് എനിക്ക് ആ ഒരു ട്രെയിനിങ് തന്നതുകൊണ്ടായിരിക്കും മടി പിടിച്ചിരുത്തി ഇങ്ങനെ കഥകൾ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് വളരെ ഒരു 3-4 വയസ്സുള്ളപ്പം തൊട്ട് തന്നെയൊക്കെ ഞാൻ ഈ ധ്രുവലോകം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ എത്രയോ നന്ദിയോടുകൂടിയാണ് ഇപ്പൊ അമ്മയെ സ്മരിക്കുന്നേ നോക്കും. ഇത് ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്തുവാണോ, നിങ്ങളുടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞു കാണും, പക്ഷെ കൊച്ചുമക്കളെ ഇതേപോലെ ഇരുത്തിയിട്ടൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സമയം അവരും ഇതേപോലെ നിങ്ങളുടെ കാര്യങ്ങള് ഇതേപോലെ അവരും ഇതേപോലെ ആചാര്യന്മാരെ ആരൊക്കെ എന്തൊക്കെ ആവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടുണ്ടല്ലോ പക്ഷെ അവര് വളരെ നന്ദിയോട് സ്മരിക്കും നിങ്ങളെ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഈ ബുക്കിനകത്തൊക്കെ ഇതുപോലെ എഴുതി വെച്ചോളിനെ. ഒരു നാളെ കാലത്ത് അവർക്ക് ഇതൊക്കെ അവരുടെ ഇതിൽ ജീവിതത്തിൽ പകർത്താൻ വരുവാണെന്നുണ്ടെങ്കിലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭഗവാന്റെ ലീലകളെന്ന് പറഞ്ഞാൽ ഏത്, എവിടെ, എങ്ങനെ, ആര്, എപ്പോ, ഏത് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതൊരു റെക്കോർഡാക്കി വെക്കൂന്ന് പറഞ്ഞത്. ഭഗവാൻ വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടത് 3 അടി മണ്ണ്. മഹാബലിയുടെ അച്ഛനായ മഹാബലിയുടെ മുത്തശ്ശൻ, അച്ഛനല്ല മുത്തശ്ശൻ, മനസ്സിലായോ? എന്നിട്ട് വാമനദേവനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തത്? 3 അടി മണ്ണിന് വേണ്ടിയിട്ട് 2 അടി കൊണ്ട് എല്ലാം അളന്നു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ മഹാബലിയെ സത്യലംഘനമാണ് നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ഗരുഡനെ കൊണ്ട് പിന്നെ നാഗാസ്ത്രം കൊണ്ട് മഹാബലിയെ കിട്ടിയെന്നുള്ളതാണ്. ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് പറയാം, നീ പറഞ്ഞത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നരകത്തിൽ പോലും സ്ഥാനം കിട്ടില്ല. അങ്ങനെ മഹാബലിയുടെ ആ ധൈര്യം എല്ലാം കളയിപ്പിക്കുമായിരുന്നു ഭഗവാൻ. പക്ഷെ മഹാബലി 1 അടി പോലും പതറിയില്ല എന്നുള്ളതാണ്. മനസ്സിൽ ആരുടെ നാമമായിരുന്നു? ഭഗവാന്റെ നാമമായിരുന്നു. ആ സമയത്ത് മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദന് വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഏറ്റവും ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹമായനൊക്കെ നരസിംഹാവതാരത്തിൽ പോലും പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ച സമയത്ത് നരസിംഹാവതാരത്തിലാണെന്നെങ്കിൽ ലക്ഷ്മി ദേവിക്ക് പോലും നരസിംഹാവതാരം കണ്ടിട്ട് പേടിയായി പോയി. എല്ലാ ദേവതകൾക്കും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേടിയായി പോയി ഭഗവാന്റെ അടുത്തേക്ക് എല്ലാം. പക്ഷെ ആ സമയത്താണ് പ്രഹ്ലാദൻ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കുന്നു, 2 കൈയും കൊണ്ട് വാരിയെടുത്താ മടി വെക്കുന്നേന്നുള്ള. പ്രഹ്ലാദന് ഹിരണ്യകശുവിന്റെ കുടമാലിയ കഴുത്തിലിട്ടിരിക്കുന്നത്, രണം കുടിച്ചിട്ട് ചോര കുടിച്ചിട്ട് വായിക്കൂടൊക്കെ ഇങ്ങനെ ചോര വരും, കൈ മൊത്തം, എന്നിട്ട് ഭയങ്കര നഖങ്ങള്. പ്രഹ്ലാദനെ ഭക്തനായിരുന്നു. അതുകൊണ്ട് എന്താ ഒരു ശകലം പോലും പ്രഹ്ലാദൻ പതറിയില്ല എന്നുള്ളത്.
മനസ്സിലായി പറഞ്ഞ ഭക്തന്മാർക്ക് ഒരിക്കലും പേടി, ഭയം എന്ന് പറയുന്ന ഒരു സാധനമേ അവർക്കടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അതാണ് ഈ പറയുന്നത്. എന്നിട്ട് ആ പ്രഹ്ലാദൻ വന്നിട്ട് സ്തുതിക്കുന്ന സമയത്ത് ഭഗവാന് ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കൊച്ചുമകൻ കണ്ടോ, ഞാൻ ഇത്രയെല്ലാം പരീക്ഷണം അവന് കൊടുത്തെനിക്ക് അവൻ ഒരു ശകലം പോലും പതറുന്നില്ല. അവനെ തന്നെ ആത്മസമർപ്പണം ചെയ്തിരിക്കുന്നു. ഭഗവാൻ അത്രയ്ക്ക് സന്തോഷമായി എന്നുള്ളത്. ഓ, സുതലത്തില് ഭഗവാന് എന്താ ചെയ്തിര്, മഹാബലിയുടെ കൂടെ അങ്ങ് പോയി എന്നുള്ളതാ. അത്രയ്ക്കും ഭക്തപ്രിയനാണ് ഭഗവാന്. ഭഗവാൻ വിഷ്ണു മത്സ്യാവതാരം എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? വേദങ്ങൾ വീണ്ടെടുക്കാൻ. വേദങ്ങൾ തിരിച്ചെടുക്കാൻ. ഇത് നമുക്കൊരു പാട്ട് തന്നെ ഉണ്ടല്ലേ, വേദങ്ങളെ വീണ്ടെടുക്കാൻ മത്സ്യമായി അവതരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ. ഭഗവാൻ വിഷ്ണു മത്സ്യാവതാരം എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? വേദങ്ങളെ വീണ്ടെടുക്കുവാൻ. അംബരീഷിനെ പരീക്ഷിക്കാൻ വന്ന മുനിവര്യൻ ആരായിരുന്നു? ദുർവാസാവ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന് നമ്മള് 33-ാമത്തെ ദശകത്തിൽ പഠിച്ചത് അംബരീഷ ചരിതം അല്ലേ? അംബരീഷിനെ പരീക്ഷിക്കാൻ വന്ന മുനിവര്യന് ദുർവാസാവ്. ഹരേ കൃഷ്ണ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും മക്കളുടെ പേര്. അവർക്ക് ട്വിൻസ് അല്ലേ ഉണ്ടായത്? എത്രയായിരുന്നു ഉണ്ടായത്? അതിന്റെ ലവകുശന്മാർ. അതാണ് ആ 10 ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഇന്നത്തെ കുശലവന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടാ, കുശലവന്മാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അരെ ബാബാ, ഇത് എല്ലാം ഒന്ന് തന്നെയാ. നീ ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ സമയവും നിന്റെ ഓരോരോ ആൻസറുകൾ ഇങ്ങനെ വരുന്നത്. നീ എന്താ പറയുന്നേ? കുശനും ലവനും ആയിക്കഴിഞ്ഞാൽ ലവകുശന്മാർ എന്നാ സാധാരണ പറയുന്നത്. നിനക്കതിനെ അങ്ങ് തിരിഞ്ഞു. സാരമില്ല. എന്നാ നിന്റെ തന്നെ ആൻസർ പറഞ്ഞു, കുശവനും ലവനും. ഓക്കെ, ലവകുശന്മാർ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അതായത് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അപ്പൊ മഹാബലി തമ്പുരാൻ ഒരു രാജ്യവും ഭരിച്ചിട്ടില്ലേ? ലോകത്തിന്റെ എല്ലാം അധിപനല്ലായിരുന്നു? ത്രൈലോകത്തിന്റെ മൊത്തം അധിപനല്ലായിരുന്നു? ചക്രവർത്തി അല്ലായിരുന്നോ? ചക്രവർത്തി ആയിരുന്നു. നർമ്മദയുടെ തീരത്താണ് അദ്ദേഹം യജ്ഞം നടത്തിയത്. അവിടെയാണ് വാമനൻ വന്നത്. ഒരു പ്രത്യേക ഒരു ചെറിയൊരു കേരളത്തിലെ രാജാവെന്നാണ് നമ്മളെല്ലാരും പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ കേരളത്തിലെ, അന്ന് കേരളം ഒന്നും ഇല്ല. ഇത് സത്യയുഗത്തിൽ നടന്ന കാര്യമാണ്. പിന്നെ പരശുരാമൻ വഴി പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയത് തന്നെ. അതില് ഭഗവാൻ 3 അടി ചോദിച്ചത് തന്നെ. മനസ്സിലായോ പറഞ്ഞത്? ഇനി അടുത്തത് ശ്രീമദ് ഭാഗവതാഖ്യോയം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. മാതാജി സംസ്കൃതവും എന്തേ? നമ്മൾ സംസ്കൃതമല്ലേ പഠിക്കുന്നത്? ഭാഗവത ആഖ്യോയം. നമ്മളിപ്പോ സംസ്കൃതക്കാരായി, അറിഞ്ഞൂട്ടേ. ശ്രീമദ് ഭാഗവതാഖ്യോയം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന വചനം ഏത് പുരാണത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഏത് പുരാണത്തിൽ നിന്നാണ്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന വചനം ഏത് പുരാണത്തിൽ നിന്നാണ്? ആൻസർ വരുന്നില്ല. ഇത് ഇച്ചിരി പൊളിക്കും അല്ലേ? കണ്ടുപിടിച്ചോണം ആൻസർ. ഓക്കെ. ഇനി അടുത്തത് കണ്ണമഹർഷിയുടെ വളർത്തുപുത്രി. കണ്ണമഹർഷിയുടെ വളർത്തുപുത്രി. കണ്ണമഹർഷിയുടെ വളർത്തുപുത്രി. 3ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ശ്രീരാമൻ ആദ്യമായി കൊന്ന രാക്ഷസിയുടെ പേര്. ശ്രീരാമൻ ആദ്യമായി കൊന്ന രാക്ഷസിയുടെ പേർ. ശ്രീരാമൻ ആദ്യമായി കൊന്ന രാക്ഷസിയുടെ പേർ. എഴുതിയോ? ആയി 4ാമത്തത് ശ്രീകൃഷ്ണൻ ആദ്യമായി കൊന്ന രാക്ഷസിയുടെ പേര്. ശ്രീരാമൻ ആയിക്കഴിഞ്ഞാലും കൃഷ്ണനായി കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യം കൊന്നത് ആരെയാണെന്നറിയുമോ? സ്ത്രീകളെ തന്നെയാ.
ശ്രീകൃഷ്ണൻ ആദ്യമായി കൊന്ന രാക്ഷസിയുടെ പേർ. ശ്രീകൃഷ്ണൻ ആദ്യമായി കൊന്ന രാക്ഷസിയുടെ പേര്. ഇനി അഞ്ചാമത്തെ, പരശുരാമന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര്. പരശുരാമന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര്. പരശുരാമന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മുനിജനത്തിന്റെ ഏറ്റവും വലിയ ആയുധം. മുനിജനത്തിന്റെ ഏറ്റവും വലിയ ആയുധം. മുനിജനത്തിന്റെ ഏറ്റവും വലിയ ആയുധം. ഇനി ഏഴാമത്തത്, യയാതിയുടെ ജരാനര മാറ്റുവാൻ. യയാതിയുടെ ജരാനര മാറ്റുവാൻ ഇതിന്റെ കഥ നാളെ ഞാൻ പറയാം. അച്ഛന്റെ ജരാനര ഏറ്റെടുത്ത തന്റെ യൗവനം കൊടുത്ത മകന്റെ പേര്. യയാതിയുടെ ജരാനര മാറ്റുവാൻ, അച്ഛൻ എന്ന് പറഞ്ഞ യയാതി, അച്ഛന്റെ ജരാനര ഏറ്റെടുത്ത് തന്റെ യൗവനം കൊടുത്ത മകന്റെ പേര്. എഴുതിയോ? എല്ലാരും എഴുതിയോ അത്? ഈ എട്ടാമത്തെ ക്വസ്റ്റ്യന്, ശകുന്തളയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര്. ശകുന്തളയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര്. എഴുതിയോ? മഹാരാജാവ് ദുഷ്യന്തന്റെ പുത്രന്റെ പേര്. മഹാരാജാവ് ദുഷ്യന്തന്റെ പുത്രന്റെ പേര്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ദുഷ്യന്തനും ശകുന്തളയുടെ ഒക്കെ കഥ പഠിച്ചിട്ടുള്ളതല്ലേ നമ്മളെ. മഹാരാജാവ് ദുഷ്യന്തന്റെ പുത്രന്റെ പേര്. ഇനി 10, ദാസ്യകന്യക സത്യവതിയിൽ. സത്യവതിയിൽ ശന്തനുവിനുണ്ടായ 2 പുത്രന്മാരുടെ പേര്. സത്യവതിയിൽ ശന്തനുവിനുണ്ടായ 2 പുത്രന്മാരുടെ പേര്. സത്യവതിയിൽ ശന്തനുവിനുണ്ടായ 2 പുത്രന്മാരുടെ പേര്. അങ്ങനെ 10 ക്വസ്റ്റ്യനാണ് നമ്മൾ തന്നിരിക്കുന്നത്. ആ 10 ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുക, ഒരു ബുക്കിനകത്ത് വേണം ഇതെല്ലാം എഴുതാനെ കൊണ്ട്. എന്നിട്ട് ഇതിന്റെ എല്ലാ ആൻസറും അതേപോലെ എഴുതി കൂടെ നമുക്കതൊന്ന് മറിച്ച് നോക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കാലശേഷം ഒരുപക്ഷെ ഇത് നല്ലൊരു റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ഇതൊക്കെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള ധനങ്ങളുള്ളതെന്നുള്ളതാണ്. നിങ്ങൾ അല്ലാത്ത എത്ര ഭൗതിക ധനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെക്കോർഡുകളൊന്നും ആവില്ല. ചെലവഴിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു അതില്ല. പക്ഷെ ഇത് ചെലവഴിക്കാൻ പറ്റില്ല. എത്ര കൊടുക്കുന്നു അത്ര ഏറത്തേ ഉള്ളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമ്മൾ ഇന്നലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു. എവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്? ദശകം 51 അകാസുരന്റെ വധം നമ്മൾ കഴിച്ചു. ഇനി വനഭോജനത്തിനാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഭഗവാനും കൂട്ടരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോപരുടെ വീട്ടിൽ നിന്നാണ് ഇന്നും ആഹാരം കൊണ്ടുപോകുന്നത്. പക്ഷെ അതിന്റെ ഇന്നത്തെ തലേദിവസം ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു, എന്ത് പറഞ്ഞു?
എല്ലാവരും അവനവന്റെ വീട്ടിൽ നിന്നിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവനവന്റെ വീട്ടിൽ നിന്നിട്ട് കൊണ്ടുവരണം, ആഹാരം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളും അവനവന്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൊണ്ടുവന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാവരും പശുക്കളെ എല്ലാം പുല്ലുള്ള കാട്ടിലേക്ക് മേയ്ക്കാൻ വിട്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കളിച്ച് ഒരു സമയാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആഹാരം കൊണ്ടുവന്നതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തൊക്കെ കഴിക്കും. ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ വിപ്രത് വേണും ജഡരയോ ശിങ്കവേ എത്രേ ചകച്ചി വാമേ പാണേ വസനകപളോ തൽഫലാലങ്കുലേഷു തിഷ്ടൻ മധ്യേ സവര സുഹൃതോ ഹസയൻ നർമ്മവേസ്. എല്ലാവരെയും ചിരിച്ചും അങ്ങനെ എല്ലാവർക്കും കൊടുത്തും എല്ലാവരുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിച്ചിട്ടും ഭഗവാൻ അങ്ങനെയാ കഴിക്കുന്നത്. കാണാൻ വേണ്ടിയിട്ട് എന്താ ആകാശത്ത് മുനിജനങ്ങളും ദേവതകളും നിരക്കുമെന്നുള്ളത് ആ ഭഗവാന്റെ ലീലകൾ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അസലൊരു ഗോപകുട്ടിയായിട്ടാണ് ഭഗവാൻ അവിടെ അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. ആ ലീല ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആ ലീല തന്നെയായിരുന്നു എന്നുള്ളത്. അതാണ് നമ്മളിപ്പം ഇന്ന് വനഭോജനത്തിനെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹരിഗോ ഹരേ കൃഷ്ണ. കഥാദിന ഞാൻ ആ അഞ്ചെണ്ണം ഒന്നുകൂടെ വായിക്കാം. കഥാദിന വ്രജശിശുവേ സമം ഭവാൻ വനാശനെ വിഗിതമതി പ്രകേതരാം സമാവൃതോ ബഹുതര വത്സമണ്ഡലേ സദാവനേ നിരഗമതീശജേമനീ വിനീരസ്തവാചരണാംബുജദ്വയാത് ഉദഞ്ചിതം ത്രിഭുവന പാവനം ജജ മഹർഷയാ പുളകധരേ കളേഭിരേ ഉദൂഹിരേ ധൃതഭവദീഷണോത്സവ പ്രജാരയത്യാ വിരലശാദലേ തലേ പശൂൻ വിഭോ ഭവതി സമങ്കുമാരകേ അഹാസുരോ നിരണന്തികാവർത്തനീ ഭയാനകാ ശയാനകാകൃതി മഹാജല പ്രതിമദനോ ഗുഗാനിഭ പ്രസാരിത പ്രതിതമുഖസ്യ കാനനേ മുഹോദരം ദികരണ കൗതുകാദ്ഗതാ കുമാരകാ കിമപി വിദൂരകേ ത്വയി പ്രമാദതാ പ്രവിശതി പന്നഗോദരം കൊദത്തനോ പശുവകുലേ സവാത്സകേ വിധിന്നിതം ത്വമപി വിവേശിത പ്രഭോ സുഹൃജനം വിശരണമാശുരക്ഷിതും ജലോദരേ വിപുലിത ഭസ്മനാത്വയാ മഹോരകേലുടതി നിരുണ്ടമാരുതേ ദ്രുതം ഭവാൻ വിദലിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുവപശൂന്മിനേരയോ ജലോധരേ വിപുലിത ഭസ്മനാത്വയാ മഹോരകേലുടതി നിരുണ്ടമാരുതേ ദ്രുതം ഭവാൻ വിദലിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുവപശൂന്മിനേരയോ ജലോധരേ വിപുലിത ഭസ്മനാത്വയാ മഹോരകേലുടതി നിരുണ്ടമാരുതേ ദ്രുതം ഭവാൻ വിദലിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുവപശൂന്മിനേരയോ ജലോധരേ വിപുലിത ഭസ്മനാത്വയാ മഹോരകേലുടതി നിരുണ്ടമാരുതേ ദുരിതം ഭവാൻ വിദലിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുവപശൂന്മിനേരയോ വിമോചയൻ പശുവപശൂന്മിനേരയോ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിപലീത വർഷണയാത്രയാ മഹോരകേലുടതി നിരുത്തമാരുതേ ദ്രുതം ഭവാൻ വിതലിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുവപശൂൻ വിനീരയോ പശുവപശൂന്മിനീര്യയോ വിനീര്യയോ. ഹരേ കൃഷ്ണ മാതാജി. ജലോദരേ വിപുലീത വർഷ്മണാത്വയാ മഹോരകേലുടതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിലത കണ്ഠമണ്ഡലോ വിമോചയൻ പശുവപശൂൻ വിനീര്യയോ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. മാതാജി. ഗളോദരേ വിപുലീത വർഷ്മളാത്വയാ മഹോരകേലുതി ലുടതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദലിത കണ്ഠമണ്ഡലോ വിമോചയൻ പശൂൻ വിനീര്യയോ. ഇനി ഓരോ പ്രഭുജി വായിച്ചോളൂ. പ്രഭുജി വായിക്കൂ. ഹരേ കൃഷ്ണ. പ്രഭുജിമാരില്ലേ ഇന്ന്? ജലോദരേ വിപുലിത വസ്മണാത്വയാ മഹോരകേലുടതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദലിത കണ്ഠമണ്ഡലോ
വിമോചയൻ പശൂൻ വിനിര്യയൗ. ഹരിപോൽ ഹരേ കൃഷ്ണ. ഇന്നലെ സുനിലില്ലായിരുന്നോ? മാതാജി ഇന്നലെ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയി, പിന്നെ മഴയായി പോയി, താമസിച്ചു പോയി വന്ന്. അച്ഛാ അച്ഛാ, അത് ശരി. എന്നിട്ട് ഇന്നെന്തിയ പീതാംബരപ്രഭു ഇല്ലേ ബിന്ദു? പീതാംബരപ്രഭു ഇല്ലേ ഇന്ന്? അറിഞ്ഞോടാ, പ്രഭുവിനെ കാണുന്നില്ല. അല്ല, മറ്റേ മാതാജി ഉണ്ട്, ആദ്യം തന്നെ പുള്ളിക്കാരനെ വായിക്കുന്നത്, അതാ ചോദിച്ചത്. കേറിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങിയതാണ്. എന്തോ ആട്ടെ, നോ പ്രോബ്ലം. ഇളവതരെ വിപുല ഭക്ഷണത്തോയെ ഇന്നലെ ഞാൻ നമ്മളെ കഥ പറഞ്ഞു. ആകാശത്തിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു കുക പോലെ ആണെന്നുണ്ടെങ്കിൽ കിടന്നു, വാ ഉളർന്നിട്ടാണ് കിടക്കുന്നത്. ഈ ഗോപക്കുട്ടികളെല്ലാം അതിനകത്ത് കിടന്നു. അകത്ത് കിടന്നിട്ട് കൃഷ്ണനും കൂടി അകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഭഗവാനും കൂടി ഈ ഗോപക്കുട്ടികളെ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനും അറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ വായ്ക്കുള്ളിൽ കൂടി ആ ഗുഹ പോലെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. എന്നിട്ട് ഈ കുട്ടികൾ പറയുന്നുണ്ട്, പണ്ടാണെങ്കിൽ ഇതേപോലുള്ള ഒരു ഗുഹ നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അകത്ത് ചെന്നപ്പോഴാ അതിന്റെ ഉഷ്ണം കൊണ്ടുണ്ടല്ലോ ആ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടി ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അകത്ത് കയറുന്നു. അകത്ത് കയറിയിട്ട് എന്താ ചെയ്തത്? മഹോരകയിലെഴുതി നിരുന്ത മാരുതേ ദുരിതം ഭവാൻ വിദലിത കണ്ടമണ്ഡലം. ഈ കുട്ടികൾക്ക് ആപത്ത് സംഭവിക്കുമെന്നുള്ള ആ ഒരു ഇത് വന്ന സമയത്ത് എന്ത് ചെയ്തു ഭഗവാന്? അവന്റെ കണ്ടമണ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന്റെ അവിടെ വന്നിട്ട് ഭഗവാനെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ദേഹം അങ്ങ് വലുതാക്കി. ദേഹം വലുതാക്കിയ സമയത്ത് അവന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ശ്വാസം മുട്ടി വിമോചയം പശു വിനീറിയോ. അങ്ങനെ അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് പശുക്കളെ കുട്ടികളെ പശു ഗോപന്മാരെയും ഭഗവാന് സ്വയം വെളിയിൽ വന്നു. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. ക്ഷണം ദിവേ ദുർവഗമാർത്തമാസ്ഥിരം മഹാസുര പ്രഭമഹോ മഹോ മഹത് വിനിർഗതേ ത്വയിതു നിലീനമഞ്ജസ നവസ്ഥലേനനത് ഉരതോ രഘുസുര. ക്ഷണം ദിവേ തുരുവഗമാർത്തമാസ്ഥിരം മഹാസുര പ്രഭവമഹോ മഹോ മഹത് വിനിർഗതേ ത്വയിതു നിലീനമഞ്ജസ നവസ്ഥലേനനത് ഉരതോ രഘുസുര. ക്ഷണം ദിവി ത്വതുപഗമാർത്തമാസ്ഥിരം ക്ഷണം ദിവി ത്വതുപഗമാർത്തമാസ്ഥിരം മഹാസുര പ്രഭവമഹോ മഹോ മഹത് വിനിർഗതേ ത്വയിതു നിലീനമഞ്ജസ നവസ്ഥലേ നനത് ഉരതോ രഘുസുര. നവസ്ഥലേ നനത് ഉരതോ രഘുസുര. ക്ഷണം ദിവി ത്വതുപഗമാർത്ത ആസ്ഥിരം ത്വതുപഗമാർത്ത ആസ്ഥിരം മഹാസുര പ്രഭവ അഹോ മഹോ മഹത് വിനിർഗതേ ത്വയിതു നിലീന അഞ്ജസ നവസ്ഥലേ നനത് ഉരതോ രഘുസുര. വായിക്കാമോ? വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. ക്ഷണം ദിവി ത്വദൂപഗമാർത്ത ആസ്ഥിതം മഹാസുര പ്രഭവ മഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനം അഞ്ജസ നഭസ്ഥലേ നനൃ ഉരധോ ജഗുസുര. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ മാതാജി. ക്ഷണം ദിവി ത്വദൂപഗമാർത്തമസ്ഥിതം മഹാസുരപ്രഭാവ മഹോ മഹോ മഗൽ വിനിർഗതേ ത്വയിതു നിലീനമഞ്ജസ നഭാസ്ഥലേ നദ്രോതു രഥോ ജഗസുര. ഹരേ കൃഷ്ണ മാതാജി. ഇനി അടുത്ത ആള് വായിച്ചോളൂ. നമോ ഭഗവതി വാസുദേവായ. ക്ഷണം ദിവി ത്വദൂപഗമാർത്തമസ്ഥിതം മഹാസുരപ്രഭ മഹോ മഹോ മഹേ മഹോ മഹൽ വിനിർഗതേ ത്വയിതു നീലനമഞ്ജസ നഭസ്ഥലേ നൃതതുരതോ ജഗുസുര. ഹരേ കൃഷ്ണ. രഘുസുര. നനതുരതോ രഘുസുര. ഒരാളോട് വായിച്ചോളൂ. നൃതതുരതോ ജഗുസുര. ഹരേ കൃഷ്ണ. ക്ഷണം ദിവി തുദുപഗമാർത്ഥമാസ്ഥിതം മഹാസുര പ്രഭവ മഹോ മഹോ മഹൽ വിനിർഗതേ ത്വയിതു നിലീനമഞ്ജസാ നഭസ്ഥലേ നൃതതുരതോ ജഗുസുര.
നന്നരുതോ രഘുസുര. നെക്സ്റ്റ് ഒരു പ്രഭുജിയോട് വായിച്ചോളൂ. പ്രഭുജിമാരില്ലേ? ഹരേ കൃഷ്ണ. വായിച്ചു. ക്ഷണം ദിവി ത്വതുപഗമർത്ഥമാസ്ഥിതം മഹാസുര പ്രഭവ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീന മഞ്ജസ നവസ്ഥലേ നൃതു പുരതോ ജഗുസുര. രഘുസുര. ഹരേ കൃഷ്ണ. അന്നേരം ക്ഷണം ദിവി ത്വതുപ ഗമാർത്ഥമാസ്ഥിതം. അന്നേരം ഈ ആകാസുരരിൽ നിന്നിട്ട് എന്താ ഒരു പ്രകാശം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകാശത്ത് മീൻസ് അങ്ങനെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുക. തങ്ങി നിന്നതിന് ശേഷം മഹാസുര പ്രഭു മഹോ മഹത് വിനിർഗരത്തൊരു നിലീന മഞ്ജസ. എന്നിട്ട് ഭഗവാൻ വെളിയിൽ വരുന്ന സമയത്ത് എന്നിട്ട് എന്ത് വന്നു? ആ പ്രകാശം വന്നിട്ട് ഭഗവാനെ തന്നെ ലയിക്കുന്നു എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ടച്ചിങ് അല്ലേ അവനൊരു അസുരനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോശമാണ് കിട്ടിയിരിക്കുന്നു. ഈ ഭഗവാൻ കൊന്നവർക്കെല്ലാം മോശമാണ് കിട്ടിയിരിക്കുന്നത്. ഹിരണ്യകശിപുവിനോ മോശമല്ലേ? ഹിരണ്യാശനോ മോശമല്ലേ കിട്ടിയത്? എല്ലാ അസുരന്മാർക്കും മോശമാണ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ് അവരെ കൊന്നത് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ അസുരന്മാരെയും ഭഗവാനെ കൊന്നത്. പക്ഷെ വത്സാസുരനെ മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബലവത്തിനാ കൊന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മോശപ്രാപ്തിക്കുള്ള സമയമായി കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇതും അതേപോലെ തന്നെ ആകാസുരൻ നിന്നിട്ട് ഒരു പ്രകാശം വന്നിട്ട് അത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ വായിൽ കൂടി വെളി വരുന്ന സമയത്ത് ആ പ്രകാശം വന്നിട്ട് ഭഗവാനെ ലയിച്ചു ചേരുന്നു. സായുജ്യമുക്തിയാ കൊടുത്തിരിക്കുന്നത് അവിടെ. നവസ്ഥലേനത് ഉരതോ ജഗുസുര. അസുരന്മാർ അന്നേരം എന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് ആനന്ദ നൃത്തമാടുക ചെയ്യുന്നതെന്നുള്ളതാ. ദേവന്മാര് ഭഗവാന്റെ ആ ഒരു കൃപാകടാശം എല്ലാവർക്കും കൃപ കൊടുക്കുന്നവയാണ്. ഭക്തവത്സലനാണ് ഭഗവാൻ. ഭഗവാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ അസുരന് ഭഗവാനെ സ്വയം കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് തന്നെ നോക്കുക പൂതനിക്ക് മോശമല്ലേ കൊടുത്തത്? അങ്ങനെ എല്ലാവർക്കും മോശമാണ് കൊടുക്കുന്നത് എന്നുള്ളതാ. ആ ഭഗവാനിലെ ഇവ ലയിച്ചത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ദേവന്മാരെല്ലാം ആനന്ദ നൃത്തം ആടാൻ തുടങ്ങി എന്നുള്ളതാണ്. സാവിസ്മയേ കമലഭവാദേവി സുരേ അനുദ്രുത തദനുഗത കുമാരകേ ദിനേ പുനഃതരുണ ദശാമുവേയുഷീ സകൈർഭവാന തനുതാ ഭോജനോത്സവം. സ വിസ്മയേ കമലഭവാദേവി സുരേ അനുദ്രുത തദനുഗത കുമാരകേ ദിനേ പുനഃതരുണ ദശാമുവേയുഷീ സകൈർഭവാന തനുതാ ഭോജനോത്സവം. സ വിസ്മയേ കമലഭവാദേവി സുരേ അനുദ്രുത തദനു ഗതകുമാരഹേ ദിനേ പുനഃതരുണ ദശാമുപേയുഷീ സ്വകൈർഭവാന തനുതാ ഭോജനോത്സവം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ വിസ്മയേ കമലഭവാദേവി സുരേ അനുദ്രുത തദനുഗത കുമാരകേ ദിനേ പുനഃതരുണ ദശാമുപേയുഷീ സകൈർഭവാന തനുതാ ഭോജനോത്സവം. സ വിസ്മയേ കമലഭവാദേവി സുരേ അനുദ്രുത തദനു ഗത കുമാരകേ ദിനേ പുനഃതരുണ ദശാമുപേയുഷീ സ്വകൈർഭവാന തനുതാ ഭോജനോത്സവം. എന്നിട്ട് അവിടെ എഴുതിക്കോളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. സവിസ്മയേ കലാഭവാദിഭിः സുരേ അനുദ്രുതസ്തദനുഗത കുമാരകേ ദിനേ പുനസ്തരുണാ ദശാമുപേയുഷീ സ്വകൈർഭവാന തനുതാ ഭോജനോത്സവം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ തനുത ഭോജനോത്സവം. അനിത ഭോജനോത്സവം. ഇനി ഒരു പ്രവചി വായിച്ചോളൂ.
പോരട്ടെ പ്രഭുമാരുടെ ശബ്ദം വരട്ടെ. നിങ്ങൾ ഒട്ടും പുറകിലല്ലെന്ന് കാണിച്ചു കൊടുക്കി പെണ്ണുങ്ങൾക്കെല്ലാം. ഹരേ ആ കൃഷ്ണ. ഉം സവിസ്മയ കമല ഭവാദിഭി സുരൈർ അനുദ്രുത സദനുഗത കുമാരകൈ ഹിനേ പുനസ്തരണ പേയുഷി സ്വകൈർഭവന തനുദ ഭോജനോത്സവം. ഹരേ കൃഷ്ണ. ഭോജനോത്സവം. അവിടെ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോജനോത്സവം എന്നാ പറഞ്ഞേ. ഭഗവാൻ ഭോജനം കഴിക്കുന്ന സമയത്ത്, അമൃതത്തിൽ കഴിക്കുന്ന സമയം അതൊരു ഉത്സവമാക്കി മാറ്റിയെടുക്കുകയാണ് എല്ലാവരും എന്നുള്ളത്. എന്നിട്ട് എന്താ, സാ വിസ്മയേ കമലഭവാദേവി സുരേ. കമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമലഭവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിനും സുരൈമാർക്കും എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കും എല്ലാവരും ഇത് കണ്ടിട്ട് ഈ അസുരൻ ഇത്രയും വലിയ അസുരനായനൊക്കെ പോലും ഭഗവാൻ അവന് പോലും മോശം കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര വിസ്മയമായി. എന്നിട്ട് അവരവരുടെ ലോകങ്ങളിലേക്ക് പോകുന്നു. അനദ്രതനുഗത കുമാരയെ. എന്നിട്ട് ഗോപന്മാരോട് ഭഗവാന് ഗോപന്മാരെയും കൂട്ടിയിട്ട് വേറൊരു സൈഡിൽ പോയി. എന്തിനു വേണ്ടിയിട്ടാ? ദിനേ പുനഃതരുണ ദശാമുപേക്ഷി സ്വകേ ഭവാന തനത ഭോജനോത്സവം. ഉച്ചയായി കഴിഞ്ഞു, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോപന്മാരെ കൂട്ടിയിട്ട് ഭഗവാൻ വേറൊരു സൈഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവിടെ ഭഗവാന്റെ ഭോജനോത്സവം ആയതുകൊണ്ടാണ് നമ്മൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എഴുതുന്നത്. വിഷാണികാമ വിമുരളി നിതംബകേ നിവേശയൻ കവലധര കരാംബുജേ പ്രകാശയൻ കലവജനേ കുമാരകാൻ ഭുവോജിത ത്രിദശഗണേ മുദാനുദാം. വിഷാണികാമ വിമുരളി നിതംബകേ നിവേശയൻ കവലധര കരാംബുജേ പ്രകാശയൻ കലവജനേ കുമാരകാൻ ഭുവോജിത ത്രിദശഗണേ മുദാനുദാ. വിഷാണികാമ വിമുരളിം നിതംബകേ നിവേശയൻ കവളധര കരാംബുജേ പ്രകാശയൻ കലവജനേ കുമാരകാൻ ഭുവോജിത ത്രിദശഗണേ മുദാനുദാ. വിഷാണികാമ വിമുരളി നിതംബകേ നിവേശയൻ കവളധര കരാംബുജേ പ്രകാശയൻ കലവജനേ കുമാരകാൻ വിഭോജിത ത്രിദശഗണേർ മുദാനുദം. വിഷാണികാമ വിമുരളി നിതംബകേ നിവേശയൻ കവളധര കരാംബുജേ പ്രകാശയൻ കലവജനേ കുമാരകാൻ വിഭോജിത ത്രിദശഗണേ മുദാനുദാ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വിഷാണികാമവി മുരളീ നിതംബകേ നിവേശയൻ കവളധരാകരാംബുജേ പ്രഹാസയൻ കളവജനൈ കുമാരകാൽ ഭുജോജിതാ ത്രിദശ ഗണൈ മുദാനുദാ. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ആള് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വിഷാണികാമവി മുരളീ നിതംബകേ നിവേശയൻ കവളധരാകരാംബുജേ പ്രഹാസയൻ കളവജനേ കുമാരകാൻ ഭുഭോജിത ത്രിദശ ഗണൈർ മുദാനുദാ. ഹരേ കൃഷ്ണ മാതാജി. വിഷാണികാമവി മുരളിം നിതംബകേ നിവേശയൻ കവളധര കരാംബുജേ പ്രഹാസയൻ കളവജനേ കുമാരകാൻ ഉഭോജിത ത്രിദശഗണൈർ മുദാനുദാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഇപ്പൊ ആര് വായിക്കുന്നുണ്ടായിരുന്നു? വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വിഷാണികാമവി മുരളീം നിതംബകേ നിവേശയൻ കവളധര കരാംബുജേ പ്രകാശയൻ കളവജനൈ കുമാരകാൻ ഉഭോജിത ത്രിദശ ഗണൈർമുദാ സുന്ദ. ഹരേ കൃഷ്ണ. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിഷാണികാമവി മുരളീം നിതംബകേ നിവേശയൻ കവലധര കരാംബുജേ പ്രകാശയൻ കലവശനൈ കുമാരകാൻ ഭുജോജിത ത്രിദശന ഗണൈർ മുദാനുദാ. ഹരേ കൃഷ്ണ. ഭുഭോജിത ത്രിദശ ഗണൈർ മുദാനുദാ. ഇനി ഒരു പ്രവചനം വായിച്ചോളൂ. സുനിൽ വായിച്ചോളൂ.
പ്രഹാസയൻ കവചനൈ കുമാരകാൻ ഭുവോജിത ത്രിദശഗണേ മുദാനുദ. ഇതെന്താ, നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ? എല്ലാവർക്കും നെറ്റ്വർക്ക് എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. ഉണ്ട്. ഇന്ന് പകലും ഒക്കെ നെറ്റ് ഞങ്ങളുടെ ഇവിടെ കറണ്ട് ഇപ്പോഴും മഴ ഇല്ലായിരുന്നു. പെയ്യുന്നുണ്ടോ? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? കാറ്റടിച്ച് മഴയുടെ മരമൊക്കെ ഇവിടെ ഒക്കെ മഴയില്ല, പക്ഷെ പോയേക്കുവാ. മഴയുടെ കോളൊക്കെ ഇവിടെ ഉണ്ട്. ആ, ഭയങ്കര അന്തരീക്ഷത്തിൽ കുഴപ്പമായിരുന്നത്. മിക്ക ഒരുപാട് ഭയങ്കര പേർക്ക് മഴ നെറ്റ് ഇല്ല. പ്രോബ്ലം ഉണ്ട് ഇപ്പൊ. ആ, 2 ദിവസം കൊണ്ട് ഇന്നലെ ഒന്നും എനിക്ക് പ്രശ്നം. കിടക്കാൻ പോലും പറ്റിയില്ല മാതാജി. അത് ഭയങ്കര ശരി. ഇടിയും ഓ, മഴയൊക്കെ ആയിരുന്നു. ഒക്കെ വീണ് അച്ഛ പോസ്റ്റും അച്ഛ. എല്ലാം പോയി, കറണ്ട് ഇല്ലായിരുന്നു. ഓ ഓ ഓ ഓ, അത് ശരി, അത് ശരി. ആ, വിഷാടി കാമവി മുരളി നിതംബഹേ വിവേശയൻ കവളധര കരാമുലെ. കൊമ്പ് ഓടക്കുഴലൊക്കെ എന്ത് ചെയ്തു? നേരെ അങ്ങോട്ട് അരയിലേക്ക് തിരികെയിട്ട് എന്താ ചെയ്യുന്നത്? കമളധര കരാമുലെ, മധുരമായിട്ടുള്ള വാക്കുകളെല്ലാം പറഞ്ഞിട്ട് ഗോപന്മാരെ അങ്ങോട്ട് ചിരിപ്പിച്ച് പ്രകാശം കളവജനെ കുമാരക. എന്നിട്ട് നല്ല മധുരമായിട്ടുള്ള വർത്തമാനം എല്ലാം പറഞ്ഞിട്ട് ഗോപന്മാരെയൊക്കെ ഇങ്ങനെ ചിരിപ്പിച്ച് ഭുഭോജിത ത്രിദശഗണൈ മുദാനുദ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എല്ലാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എല്ലാവരുടെയും ഭഗവാന്റെ നിന്നിട്ട് അവർക്കും കൊടുത്ത് അവർ നിന്നിട്ട് വാങ്ങിച്ചു. എന്നിട്ട് എന്ത് നോക്കൂ, യജ്ഞ ബാലകേളി എന്ന് പറയുന്നത് ഭഗവാനെ നോക്ക്. യജ്ഞത്തിൽ എന്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഇത്രയും തൃപ്തി വരില്ല. അതെന്ത് മഹർഷിമാരെല്ലാം എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. ഭഗവാനെ അവർക്കൊക്കെ എന്താ ചെയ്യുന്നത്? വെറും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലിന്റെ തള്ളവിരലിന്റെ ഒരു ആ ലൈറ്റ് മാത്രമേ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കൂ. ഇത് നോക്കൂ, ഈ കോവപ്പിള്ളാരുടെ കൂടെ തന്നെ ഭഗവാനെ ആടുന്നു, പാടുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. യജ്ഞത്തിൽ ഇത്രയും ഇതായിട്ട് കൊടുക്കുന്നതിനേക്കാളും എത്രയോ മധുരമായിട്ട് എത്രയോ സന്തോഷത്തോടു കൂടിയ ഭഗവാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്, ഈ അമൃതത്തിൽ കഴിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ എല്ലാവർക്കും അതിശയമാകുന്നു എന്നുള്ളത്. എന്നിട്ട് ദേവന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഉപോജിത ത്രിദശഗണേ മുദാനുദ. എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാന്റെ ലീലകൾ ആർക്കറിയുന്നു? ലീലാധരന്റെ ലീലകൾ ലീലാധരന് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതാണ്. ഭഗവാൻ എങ്ങനെ ഏത് സമയത്ത് ഏത് ലീല ചെയ്യുന്നെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ അതാണ് ഇവിടെ കാണിക്കുന്നത്. വെറും ഒരു പഠിത്തമൊന്നുമില്ല, വെറും ഗോക്കളെ മേയിച്ച് നടക്കുന്ന ആ ഗോപന്മാരുടെ കയ്യിൽ നിന്നാ ഭഗവാൻ വാങ്ങിച്ച് കഴിക്കുന്നതിനോട്. ഭഗവാന്റെ ലീലകൾ കോടി പ്രണാമം. അടുത്തത് സുഖാസനാന്തിക തവ ഗോപമണ്ഡലേ മഹാശന പ്രിയമിവ ദേവമണ്ഡലേ യതിസ്തുത ത്രിദശവരേര്യകൽപദേ മരുത്പുരി നിലയഗതാ പ്രവാഹിമാം. സുഖാസനന്തിക തവ ഗോപമണ്ഡലേ മഹാശന പ്രിയമിവ ദേവമണ്ഡലേ യതിസ്തുത ത്രിദശവരേര്യകൽപദേ മരുത്പുരി നിലയഗതാ പ്രവാഹിമാം. സുഖാസനം തിക തവ ഗോപമണ്ഡലേ മഹാശനാ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത ത്രിദശവരേര്യകൽപദേ മരുത്പുരി നിലയഗതാ പ്രവാഹിമാം. സുഖാസനം തിക തവ ഗോപമണ്ഡലേ മഹാശനാ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതി ത്രിദശവരേര്യകൽപദേ മരുത്പുരി നിലയഗതാ പ്രവാഹിമാം. ഇതി സ്തുത ത്രിദശവരേര്യകൽപദേ മരുത്പുരി നിലയഗതാ പ്രവാഹിമാം. സുഖാസനം തിഹ തവ ഗോപമണ്ഡലേ മഹാശന പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത ത്രിദശവരേര്യകൽപദേ ഇതി സ്തുത ത്രിദശവരേര്യകൽപദേ മരുത്പുരി നിലയഗതാ പ്രവാഹിമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആ, വായിച്ചാട്ടെ. സുഖാശനം തവ ഗോപമണ്ഡലേ മഹാശനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത സ്ത്രീദശവരൈർജഗത്പദേ മരുത്പുരി നിലയ ഗതാത് പ്രഭാഹിമാം. കറക്റ്റ്. ഹരേ കൃഷ്ണ സർവത്ര മാതാജി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നീ അടുത്ത വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. സുഖാസനാന്തിക തവ ഗോപമണ്ഡലേ അഹാശന പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത ത്രിദശവൈർജഗൽപദേ മരുത്പുര നിലയ ഗതാ
മാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സർവനാമ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്ത ആൾ വെച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. തവ ഗോപമണ്ഡലേ മഹാസനാപ്രിയമിഹ ദേവമണ്ഡലേ ഇതി സ്തുതസ്ത്രീദശവരേ ജഗത്പദേ മരുത്പുരീ പുരീനിലയ ജഗദാത്രവാഹി മാം. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സുഖാസനം വിഗതവ ഗോപമണ്ഡലേ മഹാശനാൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതാ സ്ത്രീദശവരൈർ ജഗത്പദേ മരുത്പുരീ നിലയ ഗദാൽ പ്രവാഹി വാഹി മാം. ഹരേ കൃഷ്ണ. സർവത്ര നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അറിയാത്ത വായിക്കാത്തവരിനി വായിച്ചോളൂ. നമോ ഭഗവതേ വാസുദേവായ. സുവാസനന്ദിയ തവ ഗോപമണ്ഡലേ മഹാസനാൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത സ്ത്രീ ദശ വൈരർ ജഗൽപദേ മരൽപുരി നിലയ ഗദാദൽ പ്രഭാഹിമാം. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. സുഖാസനം തിഹ തവ ഗോപമണ്ഡലേ മഖാസനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതത്രിദശവരേ ജഗത്പദേ മരുത്പുരി നിലയ ഗദാ പ്രവാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. സുഖാസനം തിഹ തവ ഗോപമണ്ഡലേ മുഖാസനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത സ്ത്രീ ദശവരൈർ ജഗത്പദേ മരുത്പുരി നിലയ ഗദ പ്രവാഹി മാം. ഹരിബോ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ആരെ വായിച്ചോളൂ. വായിക്കാത്തവര് വായിച്ചോളൂ. അതായത് നമുക്കുണ്ടല്ലേ ഈ വായിക്കുന്നതിന്റെ അറപ്പൊക്കെ മാറും. അതിന് വേണ്ടിയിട്ട് നിങ്ങളോടൊക്കെ ഇങ്ങനെ വായിക്കാൻ ഞാൻ പറയുന്നത്. സുഖാസനം ത്വകി തവ ഗോപമണ്ഡലേ മഹാശനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതാ ശ്രീദശ വരൈർ ജഗത്പദേ മരുത്പുരി നിലയ ഗദാത് പ്രവാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സുഖാസനം തികതവ ഗോപമണ്ഡലേ. ഗോപന്മാരുടെ നടുവിലിരുന്നു കൊണ്ടുണ്ട് മഹാസന പ്രിയമിവ ദേവമണ്ഡലേ. ദേവന്മാരുടെ നടുവിലിരുന്നിട്ട് ഭഗവാൻ എന്താ ഇതി സ്തുത ത്രിദശരർ ജഗൽപദേ. ദേവന്മാരുടെ ഇടയിൽ ഇരുന്നിട്ട് യജ്ഞഭക്ഷണത്തെക്കാളും ഭഗവാനെ അധികം ഇഷ്ടം ആരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതാണ്? ഗോപന്മാരുടെ കൂടെ കഴിക്കുന്നതാണെന്ന് തോന്നിപ്പോന്നു. അത്രയ്ക്കും സന്തോഷത്തിലാ ഭഗവാൻ ഇവിടെ ഗോപന്മാരോടൊത്ത് ലീലകളാടുന്നതിനുള്ളതാണ്. ഇത് സ്തുത ത്രിദശവരേ ജഗൽപദേ. എല്ലാ ദേവന്മാരാല് സ്തുതിക്കപ്പെട്ട ആ നിന്തിരുവടി എന്താ? അങ്ങനെയുള്ള നിന്തിരുവടി എന്ത് ചെയ്യണം? മരൽപുരിയിലെ ഗദാപ്രവാഹിമ. ഹേ ലോകനാഥായ ഗുരുവായൂരപ്പ, എന്താ ചെയ്യണ്ടേ? എന്റെ ലോകത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് നമ്മുടെ പട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സുഖാസനം തികതവ ഗോപമണ്ഡലേ മഹാസന പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത ത്രിദശവരേ ജഗൽപദേ മരുത്പുരി നിലയ ഗദാ പ്രവാഹിമ. പട്ടതിരിത്താട് തന്നെ പറയുന്നത് എന്താ? ഭഗവാൻ എന്താണ് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്? ഗോപമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപമാത ഇടയിലിരുന്ന് കഴിക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം തോന്നുന്നത്. എന്താ? മഹാശന പ്രിയമിവ ദേവമണ്ഡലേ. ദേവന്മാരുടെ കൂടെ ഇരുന്നിട്ട് യജ്ഞഭക്ഷണം, എല്ലാത്തിനും അധികാരി ആരാണ്? സാക്ഷാൽ വിഷ്ണുവാണ് അല്ലെ? അതിന് ആ യജ്ഞഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പ്രിയമാണെന്ന് തോന്നിപ്പോന്നു ആ എന്റെ ഈ ഗോപന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്, അമൃതത്ത് കഴിക്കുന്നത്. അന്നേരം ഇതാ സ്തുതി ത്രിദശരേ ജഗൽപദേ. എല്ലാ ദേവന്മാരായിട്ടും സ്തുതിക്കപ്പെടുന്നു ഭഗവാന്റെ ഓരോ ലീലകൾ കണ്ടിട്ട്. ഇവരെ പട്ടതിരിപ്പാട് പറയുന്നേ, ഈ മരപ്പുര നിലയ എന്നെയും കൂടി, ഗുരുവായൂരപ്പ, ജഗൽനാഥ, ലോകനാഥ, എന്നെയും കൂടി എന്താ ചെയ്യേണ്ടത്? ഗദാ പ്രവാഹിമേതം, എന്റെയും കൂടി രോഗം മാറ്റിത്തരണേ ഭഗവാനെ. എന്റെ ഈ രോഗം വിശേഷം ഭേദമാക്കി തരണേ. എന്നിൽ നിന്ന് എനിക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടിത്തരണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദശകം പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഈ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദശകം ഇന്നിവിടെ 51 അവസാനിച്ചിരിക്കുന്നു.
നാളെ നമ്മൾ 52 ഭയങ്കര രസമായിട്ടുള്ള ഒരു കഥയാണുള്ളത്. ബ്രഹ്മഗർഭം ശ്രവണമാണെന്നുള്ളത്. അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ്.